Hi, babes. What a Mura cheese. Adi! Hi, my friends are Hi. a big fan of you. Can I click a picture with you? Yeah, sure. Broad shoulders. Wow, you're hot. I love this picture. What's this? Your hair is not even done. Don't we have to shoot? Yes. What now? എന്നെ സമാധാനമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ? എനിക്കിനി ഒന്നും കേൾക്കാനുമില്ല. പോരാ, ഇതും കൂടി കേൾക്കണം. ഓക്കെ, ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം. ദിസ് ഇസ് മൈ വർക്ക് സ്പേസ്. എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. I don't care. I don't want to talk to you right now. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സംസാരിക്കാൻ പറ്റുമ്പോ ചേച്ചി വന്ന് സംസാരിക്കേ. What the hell are you doing? We're already delayed by an hour. Just do the hair. Sorry, ma'am. Tell me. മാരി മീ. What? എന്നെ കല്യാണം കഴിക്കാൻ. എന്ത്? എന്നിട്ട് കുട്ടിയായ ശേഷം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. പിന്നെ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. തനിക്ക് തന്റെ ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടിക്ക് അച്ഛന്റെ പേര് ഉണ്ടാവുകയും ചെയ്യും. എന്തിനാ അച്ഛന്റെ പേര്? അമ്മയുടെ പേര് കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റോപ്പ് ദിസ് ഫെമിനിസ്റ്റ് ബുൾഷിറ്റ്. എന്റെ അപ്പനും അമ്മയും നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പനമ്മയും പേടിച്ചിട്ടാണോ ഈ തീരുമാനം? ലിസൺ, നമുക്ക് രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ല. ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പഴിച്ചു? പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജസ്റ്റ് ബീങ് റെസ്പോൺസിബിൾ. ബാക്കിയെല്ലാം നീ തീരുമാനിച്ചോ. നമ്മുടെ യൂഷ്വൽ റൈറ്റ്, ബീഫ് സ്റ്റേക്ക്. ആക്ച്വലി എനിക്കിന്ന് ബീഫ് കഴിക്കാൻ മൂഡില്ല. I'll have a veg burger. All right. 1 veg burger, 1 beef steak, 2 large Malibu, and that's all. അച്ഛാ. Thank you. എനിക്ക് റം കുടിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ആൽക്കഹോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുക. I'll have a nice tea. ഓക്കെ സർ. I was thinking about having a baby. ബേബിയോ? ഓ, നിന്റെ യൂഷ്വൽ അഡോപ്ഷൻ വട്ട് അല്ലേ? യു ഷുഡ് ആക്ച്വലി ഗെറ്റ് മാരീഡ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല. Will you please listen to me? You're just like him. Like who? Sir, you order? Thank you. Your iced tea. Dad, I'm pregnant. What? I'm pregnant. Oh, I didn't know that you were in love with someone. അല്ല, I'm not in love with anyone. പിന്നെ? ഞങ്ങളൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വെച്ചാ കണ്ടത്. And it just happened. അച്ഛനൊന്നും പറയാനില്ലേ? ആരാ ആള്? എനിക്കറിയോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം. അല്ല, എനിക്ക് അവനെ കല്യാണം എനിക്ക് ഒരു ഉദ്ദേശമില്ല. So you don't want to marry him. പിന്നെ? കല്യാണത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം അറിയാലോ. ആൻഡ് എനിക്ക് അയാളെ നേരെ ചൊവ്വേ അറിയില്ല. ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് ഹിം. അപ്പോൾ നിന്റെ ഈ തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇഫ് യു ക്യാൻ, പറ്റുമെങ്കിൽ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. ഹി ഡസന്റ് ബിലീവ് ഇൻ കമ്മിറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾ എന്തിനു കല്യാണം കഴിക്കണം? നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിന്റെ ജീവിതം. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോൾ നിന്നെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും. നീ അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം. ഡു വാട്ട് എവർ ഈസ് റൈറ്റ് ഫോർ യുവർ ബേബി. അവള് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. തുടക്കം മാംഗല്യം തന്തു നാനേന, പിന്നെ ജീവിതം തുന്തനാനേന. സോറി, 5 മിനിറ്റ് ലേറ്റ്. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിൻ്റെ ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റല്ലേ ലേറ്റ് ആയല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചയും വെള്ളം വെച്ച ആൾക്കാരെ പറ്റിക്കലല്ലേ പണി. ദേ,
താൻ വേണമെങ്കിൽ എന്നെ ചൊറിഞ്ഞോ. എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കറിയാം എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന്. എനിക്കറിയില്ല, ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപുരം യാ, എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പാറപ്പുറത്തോ? ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് റബീഷ്? നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയില്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാ, അതും കൂടെ എടുത്ത് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താൽ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നാൾ ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ. ഏറ്റില്ലല്ലേ? സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കെല്ലാം ആൾക്കാരെ ബോധിപ്പിക്കുക എത്ര നിർബന്ധം. താൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ഇവിടെ വരെ എത്തിച്ചിട്ട് ഒരുമാതിരി മൊറ്റ വർത്തനം പറയില്ല. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി. എന്നാ ഈ കല്യാണം കഴിക്കാനേ എനിക്കും സൗകര്യമില്ല. ഈ നിർത്ത് വെളിച്ചിൽ കാണിക്കില്ലേ? നിങ്ങൾ കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസ് അല്ല. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ട് വല്ലതും കേട്ട് കാണും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്ക എന്തോ ഉണ്ട്. ഐ എം ലീവിംഗ്. എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി എന്ന് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. പ്ലീസ് ഒന്ന് സൈൻ ചെയ്യും. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ്. മാർച്ച് 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. വന്നാ പറയാൻ വന്നെന്ന്. മറിയേ, ഞാനിങ്ങെത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ, ഞാനിങ്ങ് കേറി. ഓ, അയ്യോ, എന്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്കും എൻ്റെ നടു ഒടിയും. എൻ്റെ ഈശോ മിശിഹായേ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അസുഖം ഭേദമായില്ലേ? സ്വച്ഛ ഭാരത്. അലീസുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നോ? ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാൾ 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പോ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു വണ്ടി എടുത്തിങ്ങി വന്നു. എന്നതാ, വരാൻ പാടില്ലേ? വല്യമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചിൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടി ഇരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. ആ, ഇത് തൽക്കാലം ഓഫ് ആയിരിക്കട്ടെ. വല്യമ്മച്ചി ഒന്ന് എന്നോട് സംസാരിക്കുക. എത്ര കാലായി? എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ? എന്നാത്തിനാടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുമണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷന്റെ കാര്യമാ പറഞ്ഞത്. അത് ഞാൻ വല്യമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? ആ. എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. അമേസിംഗ്. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ? അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോവും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതകദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണം ഒന്നും വേണ്ടെന്ന്. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ.